നമസ്കാരം. വിവേക ചൂടാമണി ശങ്കരാചാര്യരുടെ വേദാന്ത പ്രകരണ ഗ്രന്ഥം 52-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മസ്തകന്യസ്ഥഭാരാതേർ ദുഃഖമന്യേർ നിവാച്യത്തെ ശുദ്ധാധികൃതദുഃഖം തു വിനാ സ്വേന ന കേനചിത്. തലയിൽ ഇരിക്കുന്ന ഭാരം മുതലായതുകൊണ്ടുള്ള ദുഃഖം മാറ്റാൻ മറ്റുള്ളവർക്ക് സാധിക്കും. വിശപ്പ് മുതലായതുകൊണ്ടുള്ള ദുഃഖം മാറ്റാൻ തന്നെ കൊണ്ടല്ലാതെ മറ്റൊരുവനെ കൊണ്ടും കഴിയുന്നതല്ല. അപ്പോൾ അവനവൻ വിശപ്പ് മാറ്റാൻ അവനവൻ തന്നെ ഊണ് കഴിക്കണം. അതാണ് ഈ പറയുന്നത്. വേറൊരാൾ ഊണ് കഴിച്ചതുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറില്ല. എന്നാൽ തലയ്ക്ക് മുകളിലിരിക്കുന്ന ചുമട്, എന്തെങ്കിലും തരത്തിലുള്ള ഭാരങ്ങൾ, അതുകൊണ്ടുള്ള കഴുത്തിൻ്റെ ഞെരുക്കം, വയ്യായിക, ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ ദുഃഖമാണ്. ഈ തലയുടെ ഭാരമൊക്കെ ഒന്ന് എടുത്തു മാറ്റാൻ വേറൊരാളെ വിളിച്ചാൽ അയാൾ വന്ന് തലയുടെ ഭാരം എടുത്ത് മാറ്റും. അപ്പോൾ പരസഹായം കൊണ്ട് ദുഃഖം മാറും. പക്ഷേ സ്വയം സഹായിച്ച് മാറ്റേണ്ട ദുഃഖം, അതാണ് സംസാര ദുഃഖം എന്ന് പറയുന്നത്. അവനവൻ മാറ്റേണ്ട ദുഃഖമാണ് സംസാര ദുഃഖം. മറ്റുള്ളവർ മാറ്റേണ്ട ദുഃഖങ്ങൾ ഭൗതിക ദുഃഖങ്ങളാണ്. ആത്മീയ ദുഃഖങ്ങൾ നമ്മൾ തന്നെ സ്വയം പരിചിന്തന ചെയ്ത് മാറ്റണം എന്നാണ് പറയുന്നത്. നല്ലൊരു വാക്യമാണ്. അവനവനിലേക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്നൊരു വാക്യം. എൻ്റെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ തന്നെയാണ് ആദ്യം മനസ്സിനെ പരുവപ്പെടുത്തേണ്ടത്, മാറ്റേണ്ടത്. പക്ഷേ ഇവിടെയും പ്രശ്നമുള്ളത് എന്താണ്? ഈ ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നൊരു ദുഃഖം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആധ്യാത്മിക ദുഃഖമാണെങ്കിലും ഭൗതിക ദുഃഖമാണെങ്കിലും ഉണ്ടാവുന്നത് എപ്പോഴും നിശ്ചയമായും കർമ്മങ്ങളെ കൊണ്ടാണ്. പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. ഇപ്പോൾ കർമ്മം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കർമ്മബാധിതവും കർമ്മബന്ധിതവുമാണ് എല്ലാ ദുഃഖങ്ങളും. സുഖങ്ങളും അങ്ങനെ തന്നെ. അവിടെയാണ് പ്രശ്നം. കർമ്മം ദുഃഖം മാത്രം ഉണ്ടാക്കും എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. കർമ്മം കൊണ്ട് സുഖവും ഉണ്ടാവും. അപ്പോ കർമ്മത്തെ ദുഃഖകാരണമായിട്ട് മുഴുവൻ പറയാൻ പറ്റുക അതുതന്നെയാണ് സുഖകാരണവും. ഈ കർമ്മം എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ട്. കർമ്മം ഒരിക്കലും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. അതായത് ഒന്നിന് മാത്രമായിട്ടൊരു കർമ്മമില്ല. ഇപ്പോൾ 1 രൂപ
ഒരു രൂപയിൽ എന്തെങ്കിലും കർമ്മം നടക്കുമോ? സിമ്പിൾ കണക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു രൂപയിൽ എന്തെങ്കിലും കർമ്മം നടക്കും? അത് ഒരു രൂപയിൽ നടക്കുന്ന കർമ്മമല്ലല്ലോ. ഒരു രൂപ കൊണ്ട് നടത്തുന്ന കർമ്മല്ലേ? ഒരു രൂപയിൽ എന്തെങ്കിലും കർമ്മം നടക്കും? ഇല്ല. ഒരു രൂപയിൽ 2 കർമ്മം നടക്കും. ഒന്ന്, ഒരു രൂപയെ നമുക്ക് 10 പൈസയായിട്ട് തിരിക്കും. എന്നിട്ട് അതിൽ നിന്നൊരു 10 പൈസ എടുത്ത് മാറ്റാം. അപ്പം എന്തായി? കുറയുക എന്ന കർമ്മം നടന്നു. ഒരു രൂപയിൽ നടക്കുന്ന കർമ്മം അത് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു രൂപയിൽ നടത്താവുന്നൊരു കാര്യം, ഈ ഒരു രൂപയുടെ ഇപ്പുറത്ത് ഒരു 0 ഇടുക. അപ്പം അതെന്തായി? 10 രൂപ. അപ്പം ഇതിൻ്റെ അകത്ത് കൂട്ടലും കുറയ്ക്കലും മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ കർമ്മം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപയ്ക്ക് മാത്രമായിട്ട് ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ രൂപ ഒരു കർമ്മവും ചെയ്യില്ല. അത് കുറയുമ്പോഴേ കൂടുമ്പോഴാണ് കർമ്മം ഉണ്ടാവുക. ഇത് പറയാൻ കാരണം എവരി ആക്ഷൻ ഈസ് a compound of multiple action. So action is interaction. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ കർമ്മം കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തി ആധ്യാത്മിക ദുഃഖത്തിൽ എത്തുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അങ്ങനെ എത്തില്ല. മറ്റുള്ളവർക്ക് എന്തൊക്കെയോ പങ്കാളിത്തം ഉണ്ടാവും. നമ്മളത് കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ കൈ ചലിക്കുന്നു. നമ്മൾ ആരോട് ചോദിച്ചാലും ഉത്തരം പറയാൻ എന്താണ്? ഹാൻഡ് വേവിങ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? കൈ മാത്രമായിട്ടാണോ ചലിക്കുന്നത്? എൻ്റെ ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൃദയം ചലിക്കൽ നിന്നാൽ എന്തുണ്ടാവും? കൈ ചലിക്കൽ നിൽക്കും. മസ്തിഷ്കം ചലിക്കുന്നുണ്ട്. മസ്തിഷ്കം ചലിക്കൽ നിന്നാൽ എന്തുണ്ടാവും? കൈ ചലിക്കൽ നിൽക്കും. പിന്നെ ചലനം ആ പ്രതലത്തിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് കൈ മേലോട്ട് എടുക്കാനേ പറ്റില്ല. വായു കൂടി സഹകരിക്കണം. അതെ, വായുവിൻ്റെ സഹകരണം തീർച്ചയായിട്ടും വേണം കർമ്മത്തിന്. ഇനിയിപ്പോൾ രക്തോട്ടം നിലച്ചാൽ കൈ ചലിക്കും? ചലിക്കില്ല. ഇപ്പോൾ കൈ ചലിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രകടമായി കാണുന്നത് എങ്കിലും അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഘടകങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് കൈ ചലിക്കുന്നത് എന്നതുപോലെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആധ്യാത്മിക ദുഃഖം ആ വ്യക്തി മാത്രം ചെയ്യുന്ന കർമ്മങ്ങളാൽ ഉണ്ടാവുന്നതല്ല. ഒരുപാട് ഘടകങ്ങൾ അതിന് പ്രേരകങ്ങളോ പ്രചോദകങ്ങളോ കാരണങ്ങളോ ആയിട്ട് കാണുന്ന വിധത്തിലോ കാണാത്ത വിധത്തിലോ വർത്തിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ദുഃഖത്തെ പരിഹരിക്കാൻ അയാൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അപ്പൊ ഗുരു എന്താ ചെയ്യുന്നത്? ഇയാൾ കർമ്മം കൊണ്ടാണ് ദുഃഖിതനായിരിക്കുന്നതെന്ന് ഗുരുവിന് മനസ്സിലാവും. ആ കർമ്മത്തിന് ഇയാൾ മാത്രമല്ല കാരണമെന്നും ഗുരുവിന് മനസ്സിലാവും.
ഒരു കർമ്മബന്ധ പരമ്പരയുണ്ട് എന്ന് മനസ്സിലാവും. ആ കർമ്മബന്ധ പരമ്പരകളിൽ ഇടപെടാൻ കഴിയുന്ന ആളാണ് ഗുരു. ഈ കർമ്മനിയമം വളരെ ഗഹനമാണ്. കർമ്മണാഗതി ഗഹന എന്ന് ഭഗവത്ഗീത പറയും. അത് എവിടെ തുടങ്ങി എങ്ങനെ അവസാനിക്കും ഒന്നും പറയാൻ പറ്റില്ല. ആ ഗഹനമായ കർമ്മഗതിക്ക് എന്തെങ്കിലും വിധത്തിൽ അതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പൂർവജന്മ പുനർജന്മ വാദങ്ങളൊക്കെ ഉണ്ടായി വന്നത്. അപ്പൊ പൂർവജന്മാർജിതമായ കർമ്മബന്ധങ്ങളാൽ ഉണ്ടാവുന്ന ആധ്യാത്മിക ദുഃഖത്തെ പോലും പരിഹരിക്കാൻ കഴിയുന്ന ആളെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയാ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ എനിക്ക് പറ്റില്ല, ഒരു വ്യക്തിക്ക് പറ്റില്ല. അവിടെയാണ് ഗുരുവിൻ്റെ മഹത്വം ഇരിക്കുന്നത്. അതിവിടെ ശങ്കരാചാര്യർ അങ്ങനെ എടുത്ത് പറയുന്നില്ല. ശങ്കരാചാര്യർ പറഞ്ഞത് ശരി തന്നെയാണ്. അവനവന് വെച്ചാൽ അവനവൻ ഊണ് കഴിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും സൂക്ഷ്മമായിട്ട് ഇതിനെ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ദുഃഖം അയാൾ മാത്രമായിട്ട് ഉണ്ടാവുന്നതല്ലെന്നും അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം അയാൾ മാത്രമായിട്ട് സാധ്യമല്ലെന്നും കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്, ഓർമ്മിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത്.